ഞാൻ കൊടുക്കുന്നില്ലേ ജയിക്കത്തുള്ളൂ. എപ്പോഴും 10-30 വർഷം കൊണ്ട് അറിയുന്ന അത് ഒരു സംശയവുമില്ല, ശ്രീമാൻ കൊടിക്കുന്നിൽ സുരേഷ് തന്നെയാണ് ഈ വർഷവും കഴിഞ്ഞ വർഷത്തേക്കായി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഈ വർഷവും ജയിച്ചു കയറും. കൊടുക്കുന്നിൽ സുരേഷ് കയറണം. അതാ താല്പര്യം. താല്പര്യം പിന്നെ എന്നും നാട്ടിന് വേണ്ടി നിൽക്കുന്ന ആളായതുകൊണ്ട് കയറണം. അത് കയറണം, അതേ ഉള്ളൂ. കൊടിക്കുന്നിൽ മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ് ജയിക്കും ഇത്തവണ. കേട്ടല്ലോ, ഇവരെല്ലാം മാവേലിക്കരക്കാരാണ്. മാവേലിക്കരക്കാർക്ക് ആവശ്യം കൊടിക്കുന്നിൽ സുരേഷിനെയാണ്. കാരണം അവരിൽ ഒരാളാണ് കൊടിക്കുന്നിൽ സുരേഷ്. ഏതാവശ്യത്തിനും എന്താവശ്യത്തിനും സമയവും തീയതിയൊന്നും കുറിക്കണ്ട, ഏത് അർദ്ധരാത്രിയിലാണെങ്കിൽ പോലും ധൈര്യമായി അദ്ദേഹത്തിൻ്റെ ഓഫീസിലോ വസതിയിലോ കടന്നു ചെല്ലാം. എന്ത് ആവലാതിയാണെങ്കിലും അതിനൊരു പരിഹാരമുണ്ട്. ഒരുപക്ഷെ കൊടിക്കുന്നിൽ സുരേഷ് ഇല്ലെങ്കിൽ പോലും അവരുടെ ആവലാതികൾ കേൾക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും പരിഹാരം കാണാനും അവിടെ സ്റ്റാഫുകളുണ്ട്. മാവേലിക്കര മണ്ഡലത്തിൻ്റെ 2 ഭാഗങ്ങളിലാണ്, ഒന്ന് ചെങ്ങന്നൂരിലും മറ്റൊന്ന് കൊട്ടാരക്കരയിലും ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. ഈ ഓഫീസുകൾ 24 മണിക്കൂറും 365 ദിവസങ്ങളും പ്രവർത്തന സജ്ജമാണ്. വിളിച്ചാൽ വിളി കേൾക്കും, വിളിപ്പുറത്താണ്. ഒരു തമാശയായിട്ടാണെങ്കിലും മാവേലിക്കര മണ്ഡലത്തിലുള്ളവർ പറയുന്നത്, ആവശ്യമെന്തുമായിക്കോട്ടെ അത് വേണ്ട രീതിയിൽ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് കിട്ടും. അമേരിക്കൻ പ്രസിഡന്റിന് വേണമെങ്കിലും കത്തെഴുതി തരുമെന്നാണ് തമാശയ്ക്ക് ആളുകൾ പറയുന്നത്. ഇത് പണ്ട് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ കൊടുക്കുന്നിൽ സുരേഷും ഇങ്ങനെയാണ്. ഈ ഒരു കത്ത് മതി ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ. പരാതിക്കാരനും ഹാപ്പി, കൊടിക്കുന്നിലും ഹാപ്പി. പോലീസ് സ്റ്റേഷനിലെ പരാതിയാണെങ്കിൽ കൊടിക്കുന്നിൽ നേരിട്ട് വിളിച്ചു പറയേണ്ടതാണെങ്കിൽ അദ്ദേഹം വിളിച്ചു പറയും. ന്യായത്തിൻ്റെ ഭാഗത്ത് മാത്രമേ നിൽക്കുള്ളൂ. ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ മുട കാണിക്കുന്ന ചില ഏമാന്മാരുണ്ടെങ്കിൽ അവരെ ശക്തമായി താക്കീത് ചെയ്യാനും കൊടിക്കുന്നിലിന് മടിയില്ല. പോലീസിനോട് തട്ടിക്കയറുന്ന ചില വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ തപ്പിയാൽ കിട്ടും. പരാതിയുമായി ആര് ചെന്നാലും അവരുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ജാതകമോ ഒന്നും നോക്കിയല്ല പരാതി കേൾക്കുന്നതും നടപടിയുണ്ടാക്കുന്നതും. അതേസമയം എതിർ സ്ഥാനാർത്ഥികളുടെ അടുത്ത് ചെന്നാൽ പറയും അവരുടെ പാർട്ടി ഓഫീസുകളിൽ ചെന്ന് പറയാം. അവിടെ ചെല്ലാൻ പാർട്ടിക്കാരല്ലാത്തവർ മടിക്കും, പോകില്ല. ഒരുപക്ഷെ പാർട്ടിക്കാരാണെങ്കിൽ പോലും പോകില്ല. കാരണം അവിടെ ലെവൽ വേറെയാണ്. പക്ഷേ എതിർ പാർട്ടിക്കാരാണെങ്കിലും കൊടിക്കുന്നിലിൻ്റെ ഓഫീസിൽ ധൈര്യമായി കടന്നു ചെല്ലാം. അവരെ മാന്യമായി സ്വീകരിച്ചിരുത്തി പരാതി കേട്ട് പരിഹാരം തേടും. ഇത് ആദ്യം MP ആയ സമയം മുതൽ മണ്ഡലത്തിലുള്ളവർ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് മത്സരിക്കുമ്പോഴെല്ലാം കൊടിക്കുന്നിൽ സുരേഷ് തന്നെ വിജയിക്കുന്നത്. അവർക്കറിയാം അവരിലൊരാളാണെന്ന്. ആരുടെ പ്രശ്നമായാലും അത് സ്വന്തം പ്രശ്നമായി കരുതി അത് പരിഹരിച്ചു കൊടുക്കും. അത് പരിഹരിക്കുന്നത് വരെ അതിന് ഫോളോ അപ്പ് ഉണ്ട്. എന്തായി, പരിഹരിച്ചോ എന്നന്വേഷിക്കും. എതിർ സ്ഥാനാർത്ഥികളിൽ ഒരാൾ ഒരു മന്ത്രിയുടെ ഓഫീസിലിരുന്നപ്പോൾ ഒരാവശ്യമായി ചെന്ന നാട്ടുകാരനെ കണ്ടപ്പോൾ കാണാത്ത മട്ടിൽ ഉള്ളിലേക്ക് വലിഞ്ഞ സംഭവമുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആളുകളെ കാണാൻ, പരാതിക്കാരെ കാണാൻ മടിയുള്ളവർ വിജയിച്ചാൽ മണ്ഡലത്തിലുള്ളവർക്ക് എങ്ങനെ അവരുടെ MP കണ്ട് പരാതി പറയാൻ സാധിക്കും? അതുകൊണ്ട് മാവേലിക്കരക്കാരുടെ ഹൃദയം തൊട്ടറിഞ്ഞ കൊടിക്കുന്നിലിനെ വിട്ടിട്ട് മറ്റാരെയും പരീക്ഷിക്കാൻ മാവേലിക്കരയിലെ യജമാനന്മാരായ വോട്ടർമാർ അവർ തയ്യാറായില്ല. മാവേലിക്കരയുടെ ശബ്ദം ലോക്സഭയിൽ ഉയർന്നു കേൾക്കാൻ, മാവേലിക്കരയിൽ തുടങ്ങി വച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാൻ, പുതിയ വികസനങ്ങൾ കൊണ്ടുവരുവാൻ കൊടിക്കുന്നിൽ സുരേഷ് തന്നെ വിജയിക്കണം. ഡൽഹിയിൽ ചെന്ന് ഭാഷ അറിയാതെ അന്ധനാനയെ കാണുന്നത് പോലെ ഇരിക്കുന്നവർ വേണോ, അതോ മാവേലിക്കരയുടെ ശബ്ദം ഏത് ഭാഷയിലായാലും പാർലമെൻറ്റിൽ ഉച്ചത്തിൽ പറയാൻ കഴിയുന്ന ആളാണോ വേണ്ടത്? ചിന്തിക്കുക.